ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു moonglade.live. കൂടെയുള്ളത് സൂര്യയാണ്. ഇന്ന് നമ്മുടെ ഒരു യാത്ര തിരിക്കുന്നത് ഒരു ഫുഡ് തേടിയുള്ള യാത്രയാണ്. ആക്ച്വലി നമ്മുടെ ചന്ദ്രനഗറിൽ ക്രീമഹോളിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. അവിടെ അവർ ബേസിക്കലി കേക്ക്സ് ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ റീസെൻ്റ് ആയിട്ട് അവരുടെ ഒരു പുതിയ ഇന്നോവേഷൻ ഞാൻ കണ്ടു. അതായത് ഫുഡ് ഇൻ ബോക്സ് എന്ന് പറഞ്ഞിട്ട് ക്യൂറേറ്റഡ് ആയിട്ടുള്ള ബോക്സസ്, പല റേറ്റ്സും കാര്യങ്ങളിലും ബോക്സസ് അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻലി ബിരിയാണി, ചപ്പാത്തി, ചിക്കൻ റോസ്റ്റ്, അങ്ങനത്തെ ഒരു ഫാമിലി ഒരു 4 പേരാണെങ്കിൽ അല്ലെങ്കിൽ 2 പേരാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ബഡ്ജറ്റബിൾ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റിയ രീതിയിൽ ബോക്സസ് ഉണ്ടെന്ന് അറിഞ്ഞു. ഞാൻ പോയി വാങ്ങിച്ചു, ഒരു 2 പ്രാവശ്യം വാങ്ങിച്ചു. ആൻഡ് എനിക്ക് അവിടുത്തെ ടേസ്റ്റും ഇഷ്ടപ്പെട്ടു, പ്ലസ് എനിക്ക് ഭയങ്കര ബഡ്ജറ്റബിളായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അവരുടെ ഓണറുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു സ്ത്രീ സംരംഭമാണെന്ന്. ഒരു വുമൺ ഓൺട്രപ്രീനറാണ് ഇതിൻ്റെ എല്ലാമായിട്ട് ബാക്കിൽ വർക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതലായിട്ടും എന്തായാലും ഇവരുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. സോ കൂടുതൽ ഇവിടെ നിന്ന് ഞാൻ വിവരങ്ങൾ പറയണില്ല. എന്തായാലും നമുക്ക് ഷോപ്പിലോട്ട് പോവാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ moonglade.live സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് ഇനി ഉണ്ടാവും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കൊറോണ സീസണാണ്, സേഫായിട്ടും ഇരിക്കുക. സോ നമുക്ക് ഷോപ്പിലോട്ട് പോവാം. ഇതാണ് ക്രീമഹോളിക്സിൻ്റെ ഫുഡ് ഇൻ ബോക്സിൻ്റെ ഷോപ്പ്. ഇവിടെ ശരിക്കും ടേക്ക് അവേ ഓർഡേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ഇവിടെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ആപ്സ് ആയിട്ടുള്ള സൊമാറ്റോയിലും ഇവർ അവൈലബിൾ ആണ്. ഫുഡ് ഇൻ ബോക്സ് ക്രീമഹോളിക്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇവർക്ക് ഒരുപാട് തന്നെ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഒരുപാട് തന്നെ ഇവർക്ക് ഓഫേഴ്സും കാര്യങ്ങളും ലൈക്ക് ബോക്സസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ വിളിച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഓർഡർ ചെയ്താൽ മതി. വിത്തിൻ 3 കിലോമീറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവർ ഡെലിവറി തരും, അല്ലെങ്കിൽ നിങ്ങളിവിടെ വന്ന് പിക്ക് ചെയ്യേണ്ടി വരും. സോ നമുക്ക് ഷോപ്സിൻ്റെ ഇൻറ്റീരിയേഴ്സ് എല്ലാം സുമിച്ചേച്ചിയും സന്ദീപേട്ടൻ്റെ കസിൻ ബ്രദറാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ കട ഞാനാണ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ടേക്ക് അവേ കാര്യങ്ങളും കോൾ റിസീവ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ടോട്ടലായിട്ട് ടേക്ക് അവേ ആണ്. കാരണം ഇവിടെ കൊറോണ ടൈം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആരും ഷോപ്പിലേക്ക് വരാത്തത് കൊണ്ട് ഞങ്ങളൊക്കെ ഫ്രീ ഹോം ഡെലിവറി അയക്കണം, ഒരു ആൾക്കാർക്ക് അതൊരു സൗകര്യമായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അതിൻ്റെ ഒപ്പം നല്ല ഓഫേഴ്സും കൂടി ഇട്ടിട്ടുണ്ട്. ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വേറെ പാലക്കാടൊന്നും കിട്ടാത്ത രീതിയിലാണ് ഞങ്ങൾ ഓഫേഴ്സിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല റിവ്യൂ ആണ് ഇത് തന്നുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റി ആണെങ്കിലും ക്വാണ്ടിറ്റി ആണെങ്കിലും ഒരു കുഴപ്പങ്ങളും ഇതേവരെ എത്തിയിട്ടില്ല. ആൾക്കാർ വിളിച്ച് നല്ല റിവ്യൂകൾ തരുന്നുണ്ട്. അത് പാലക്കാട് നല്ലൊരു സപ്പോർട്ടേഴ്സ് ആയിട്ടാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഇപ്പോൾ 11 to 9 o'clock ആണ് ഞങ്ങളുടെ ഷോപ്പ് ഓപ്പൺ ചെയ്ത് ഫ്രീ ഹോം ഡെലിവറി അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം തന്നെ ഓർഡേഴ്സ് വന്നു തുടങ്ങും. അപ്പോൾ പ്രീ ഓർഡേഴ്സ് എടുത്തവർക്ക് ഫസ്റ്റ് എത്തിച്ച് കൊടുക്കലാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഫസ്റ്റ് ഒരു പേസ്ട്രി ഷോപ്പും ഷെയ്ക്കും ഉള്ള ഷോപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്ലസ് ആഡ് ഓൺസ് ആയിട്ട് ഞങ്ങൾ ഈ കോംബോസ് ബിരിയാണി കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ലൊരു കോംബോസ്, അതിൻ്റെ കൂടെ ബിരിയാണി ആണെങ്കിൽ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കോംബോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഫുൾ കുട്ടി തൊട്ട് ഓൾഡ് ഏജ് ഒരു ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ആണെങ്കിൽ വരെ അതിന് പറ്റിയ ഒരു ടേസ്റ്റ് ആണ് ഞങ്ങളിപ്പോൾ ഇതിൽ പ്രിഫർ ചെയ്തിട്ടിരിക്കുന്നത്. ഒരുപാട് എരിവും കാര്യങ്ങളും ഇല്ലാത്ത പാലക്കാടിനെയും കാട്ടും നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിലാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്.
ഇപ്പൊ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഞങ്ങൾ പുതിയതായിട്ട് ഇപ്പൊ കേക്കും ബിരിയാണിയും ഒരു കോമ്പോസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അതിന് തന്നെ നല്ല ഓർഡേഴ്സ് ആണ്. ഞങ്ങൾ പരമാവധി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണ മാതിരിയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഷോപ്പിലോട്ട് വന്ന സമയത്ത് ഈ ഒരു ഷോപ്പിലോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആകർഷിക്കാൻ തോന്നിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു വുമൺ ഓൺട്രപ്രീനർ ആണ് ഇതിൻ്റെ ബാക്കിൽ. അതായത് ഒരു സ്ത്രീയാണ് ഈ ഒരു ഷോപ്പിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. ഇതിൻ്റെ കുക്കിംഗ് ആണെങ്കിലും ഇതിൻ്റെ ബ്രാൻഡിങ് ആണെങ്കിലും ഇതിൻ്റെ മാർക്കറ്റിംഗ് ആണെങ്കിലും ഒരു വീട്ടമ്മയാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. സോ അവരുടെ ഒരു കൈപുണ്യം തന്നെ ആയിക്കോട്ടെ, അവരുടെ ഒരു ബ്രില്യൻസി തന്നെ ആയിക്കോട്ടെ, എല്ലാം ഈ ഒരു ഷോപ്പിൽ അവർ ഉണ്ടായിട്ടുണ്ട്. വേറൊരു കാര്യം പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു സമൂഹത്തിൽ തന്നെ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു വുമൻസിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു കാര്യമാണ്. സോ അതും കൂടി കാഴ്ച വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഷോപ്പിലോട്ട് വരാൻ എനിക്ക് ഇത്രത്തോളം ഇൻട്രസ്റ്റ് ആയത് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രീമഹോളിക്സിൽ പോയി അവിടുത്തെ ഷോപ്പും കാര്യങ്ങളെല്ലാം കണ്ടു. അവിടെ പുതിയ ഇന്നോവേഷൻ ആയിട്ടുള്ള ഫുഡ് ഇൻബോക്സും എല്ലാം നമ്മൾ അറിഞ്ഞു. പക്ഷെ നമ്മൾ കിച്ചൺ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ വീട്ടിലോട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ചന്ദ്രനഗറിലാണ് ഇവരുടെ വീട് വരുന്നത്. സോ ഈ ഒരു ഷോപ്പിൻ്റെ എല്ലാം ആയിട്ടുള്ള നമ്മുടെ സുമിത ചേച്ചി നമ്മുടെ കൂടെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. നല്ല അത്യാവശ്യം സൗകര്യം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ. ഞാൻ കിച്ചൺ കണ്ടു, നിങ്ങൾക്ക് ഞാൻ കിച്ചൺ കാണിച്ചു തരാം. അതിന് മുൻപ് തന്നെ നമുക്ക് ചേച്ചിനെ പരിചയപ്പെടേണ്ട സമയമായി. നമ്മുടെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഈ ഫുഡ് ഇൻബോക്സിൻ്റെ എല്ലാമായിട്ടുള്ള നമ്മുടെ സുമിത ചേച്ചിനെ. സുമിത ചേച്ചി നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു ഹോട്ടൽ ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിലും അവരൊരു പുതിയൊരു എങ്ങനെയാണ് ആൾക്കാരിലോട്ട് അവരുടെ ഭക്ഷണം എത്തിക്കുക എന്നുള്ളൊരു ചിന്ത കൊണ്ടുവരുന്നത് ശരിക്കും കോമൺ ആണല്ലേ. എങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ ആകർഷിപ്പിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർക്ക് നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെടുക എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ എങ്ങനെ ഒരു പുതിയ ഐഡിയ കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്നത് വളരെ കോമൺ ആണ്. അപ്പോൾ ഈ ക്രീമഹോളിക്സ് ഈ കേക്കും ജ്യൂസസിനും ഇങ്ങനെ ഒരു ഫേമസ് ആയി നിന്നിട്ടുള്ള ഒരു ഷോപ്പ് ലൈക്ക് 4 വർഷമാണ് ഞാൻ അറിഞ്ഞു. ഈ ഒരു ഷോപ്പ് പെട്ടെന്ന് എങ്ങനെ ഈ ഒരു ഫുഡ് ഇൻ ബോക്സ് ഇങ്ങനെ ഒരു ക്യൂറേറ്റഡ് ബോക്സിലോട്ടായിട്ട് മാറി, എവിടെ നിന്നാണ് ഈ ഒരു ഐഡിയ ജനറേറ്റ് ആയത്? 4 years ആയി തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോൾ സെലിബ്രേഷൻസ് എല്ലാം കുറഞ്ഞല്ലോ, ലോക്ക്ഡൗൺ ആയി. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കലും ആ ഇരിക്കുന്ന ഗ്യാപ്പിൽ നമ്മൾ വീട്ടിൽ കൂടുതലായിട്ട് ഓരോന്നൊന്നായിട്ട് പുതുതായിട്ട് കുക്ക് ചെയ്ത് തുടങ്ങി, ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ബെറ്റർ തോന്നി നമുക്കത് അങ്ങനെ എന്തുകൊണ്ട് ഒരു പാർസൽ കൗണ്ടർ പോലെയോ അങ്ങനെ എന്തെങ്കിലും ആക്കിക്കൂടാ. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ഓർഡേഴ്സ് എല്ലാം കുറഞ്ഞു വരും തുടങ്ങി. അപ്പോൾ ശരി, എന്നാൽ നമുക്കത് ഇതും കൂടെ ഒന്ന് ആഡ് ഓൺ ചെയ്താലോ എന്നൊരു ഐഡിയ തോന്നിയിട്ടാണ് ഇതിൻ്റെ കൂടെ ചെയ്തത്. അപ്പോൾ ബെറ്റർ, ഞാൻ മുമ്പ് ഒരു 15 years ആയിട്ട് ഈ ബിരിയാണി ഇങ്ങനെ കുക്ക് ചെയ്യും. അപ്പോൾ എല്ലാ വക ഇങ്ങനെ ബിരിയാണി ട്രൈ ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ ശരിയെന്നാൽ ബിരിയാണി തന്നെ സ്റ്റാർട്ട് ചെയ്യാം, അത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് നോക്കിയത്. ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഞങ്ങൾക്ക് തന്നെ അതിനെ നല്ലൊരു എക്സ്പീരിയൻസ് അതിൽ നിന്നും കൂടെ കിട്ടി എന്നുള്ളത് പറയാം. കാരണം എന്താ വെച്ചാൽ ചെയ്ത് നോക്കി ഒന്നും കൂടെ ബെറ്ററാക്കി എല്ലാം കൊണ്ടുവന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ശരി എന്നാൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഫുൾ സപ്പോർട്ട് തന്ന് അതിൽ ചെയ്യാൻ കാരണം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ എനിക്കൊരു ഇതായത് ഈ ഫുഡ് ഇൻ ബോക്സ് തുടങ്ങാൻ കാരണം ഈ ലോക്ക്ഡൗണും തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തേക്ക് ഒരു നോർമലായിട്ട് നമ്മൾ ഒരു കാണുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ലേഡീസിന് ഒരുപാട് കഴിവുകളുണ്ടാവും. പക്ഷെ മാരീഡായിട്ട് പോകുമ്പോൾ അവരുടെ കഴിവുകളൊന്ന് ചുരുങ്ങി വെറും ഫാമിലി ലൈഫായിട്ട് മാറും. മക്കള്, ഹസ്ബൻഡിൻ്റെ ഫാമിലി, നമ്മുടെ ഫാമിലി എന്നുള്ള രീതിയിൽ ചുരുങ്ങും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ളൊരു ഹസ്ബൻഡ് കിട്ടുക, അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെയാണ് ശരിക്കും അതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം. എന്ത് പറയണു ചേച്ചി? ഉറപ്പായിട്ടും. കാരണം ഹസ്ബൻഡിൻ്റെയാണ് മെയിൻ സപ്പോർട്ട്. കാരണം അവരാണ് ഓരോരോ ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിൽ നെക്സ്റ്റ് ടൈം അത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അല്ല കൂടുതൽ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഇന്നത് ചെയ്ത് നോക്കുക എന്നുള്ള ആ ഒരു, നമ്മൾ തെറ്റ് ചെയ്താലും ഒന്നും കൂടി ബെറ്റർ ആക്കാനുള്ളത് എല്ലാം ഇത് പറഞ്ഞു തരുന്നത് ആൾ തന്നെയാണ്. അപ്പോൾ ഫുൾ സപ്പോർട്ട് ആൾ തന്നെയാണ്. പിന്നെ മക്കളായാലും ശരി, അവർക്ക് എല്ലാവർക്കും എനിക്ക് വേണ്ടി ഇപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഫാമിലി മൊത്തം ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നിൽക്കണം. കാരണം കുട്ടികളുടെ കാര്യത്തൊന്നും കൂടുതൽ ചിലപ്പോൾ നമുക്ക് നിൽക്കാനൊന്നും പറ്റില്ല. പക്ഷെ അവരടക്കം ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. മോൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ കുട്ടികളടക്കം വന്ന് നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പല കാര്യത്തിനും. ശരിക്കും ഇവരുടെ ബോക്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. നല്ല രീതിയിലാണ് ഇവർ ബോക്സ് ഓരോന്നും ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഒരു ഈവൻ ബഡ്ജറ്റബിൾ പ്രൈസും ആണ്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്.
പിന്നെ ഈ മെനു എങ്ങനെയാണ് സെറ്റ് ചെയ്തത്? ഈ ഒരു ബിരിയാണി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിക്കൻ റോസ്റ്റ് മതി, എങ്ങനെയാണ് ഈ ഒരു മെനു സെറ്റ് ചെയ്തത്? ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ റെസിപ്പീസ് എല്ലാം അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ആ നോക്കിയ സമയത്ത് ഏതൊക്കെയാണോ നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റായിട്ട് തോന്നിയത് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓരോരോ മെനുവിലായിട്ട് ആഡ് ചെയ്യാൻ തോന്നിയത്. അതിൽ ഒന്നാണ് ചിക്കൻ റോസ്റ്റ്. പിന്നെ ബിരിയാണി നമുക്ക് ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് തന്നെ അത് ആഡ് ചെയ്തു. പിന്നെ ചിക്കൻ കറി ആയാലും ഏതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ മെനു സെറ്റ് ചെയ്തത്. ഓക്കെ, നമ്മൾ ആക്ച്വലി ഇവിടെ ഏത് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ തലപ്പാക്കട്ടി ബിരിയാണിയുടെ സ്റ്റൈൽ, അത് തമിഴ്നാട്ടിലെ സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ശരിക്കും ഇപ്പോൾ ഫുഡാണെങ്കിലും നമ്മൾ ജനറേഷൻ മാറുന്നതോടെ പിള്ളേർ മാറണു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേക്ക്സിലും ജനറേഷൻ മാറുന്നതോടെ കേക്കിലുള്ള സ്റ്റൈൽസ്, അതിൽ വരുന്ന ഫ്ലേവേഴ്സ് ആണെങ്കിലും അതിലുണ്ടാക്കുന്ന ഡിസൈൻസിലെല്ലാം അല്ലേ പുതുമ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ക്രീമഹോളിക്സിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ലൈക്ക് എങ്ങനെയാണ് പുറത്തുനിന്ന് വരുന്ന കസ്റ്റമേഴ്സിനോട് നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണ്? ഇല്ല, മെയിനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ചില സമയത്ത് നമ്മളോട് പറയുക ഞങ്ങൾക്ക് ഇന്നതുപോലെ വേണം. എന്താ ഈ കുട്ടികൾക്ക് പ്രിഫറൻസ് എങ്ങനെയായിരിക്കും കാറ് വെച്ചിട്ടുള്ളത് വേണം. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ ഫങ്ഷൻസൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് ഫസ്റ്റ് ബർത്ത്ഡേ കുട്ടികൾക്ക് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഒരു ചെറിയ കുട്ടി കാറുകൾ ടോയ്സ് ഒക്കെ വെച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതെല്ലാം വെച്ച് കൊടുക്കുമ്പോഴാണ് അവർ ഹാപ്പി ആവണമെന്ന് പറയുമ്പോൾ അവർ നമുക്ക് ഇങ്ങനെ സജഷൻസ് പറയും, നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്, കാറ് വേണം, ചില കുട്ടികൾക്ക് പെൺകുട്ടികൾക്കാകുമ്പോൾ ബാർബി ഡോൾ വേണം, അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ളത് ചെയ്തു കൊടുക്കും. അപ്പം നമ്മൾ അതിപ്പോൾ നമുക്കറിയാം ഓരോരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഏത് ടൈപ്പ് ഇഷ്ടപ്പെടും. കാരണം എനിക്കും ചെറിയൊരു കുട്ടിയുണ്ട്. അപ്പോൾ അവരെന്ത് ഇൻട്രസ്റ്റ് അവർക്ക് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയണമെന്നുള്ളതായിരിക്കും ചിലപ്പോൾ സത്യം. ശരിക്കും പറഞ്ഞാൽ ക്രീമഹോളിക്സിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ലൈക്ക് വെഡ്ഡിങ് ഓർഡേഴ്സ്, വലിയ വലിയ ഓർഡേഴ്സ് വരെ കേക്ക്സിൻ്റെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു മാജിക് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെരി ഹാപ്പി, പ്രൗഡ് ഓഫ് ബീങ് എ വുമൺ. ശരിക്കും ഒരു വുമൺ എന്നുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെണ്ണെന്നുള്ള രീതിയിൽ അതേപോലെ തന്നെ ഇതുപോലെ ചേച്ചിമാരും ഇതുപോലെ ഒരുപാട് ഉണ്ടാവുമല്ലോ നമ്മുടെ സമൂഹത്തിൽ നല്ല ടാലൻ്റ് ഉള്ളത്. എന്തായാലും വളരെ ഹാപ്പി. ശരിക്കും ഒരു ഇൻസ്പിറേറ്റഡ് രീതിയിൽ ചോദിക്കുകയാണ്, ബിക്കോസ് ഒരു വുമൺ ഓൺട്രപ്രനർ എന്നുള്ള രീതിയിൽ എനിക്കൊരു ഇൻസ്പിറേഷൻ കൂടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ ഈ ക്രീമഹോളിക്സ് എന്നുള്ള ഈ ഒരു സംരംഭം 4 years മുൻപ് സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടായിട്ടുള്ള ആ ഒരു എന്താണ് ആ ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചോദിക്കണമെങ്കിൽ ആ ഒരു എൻലൈറ്റ്മെൻറ്റ് എന്താണ്, എവിടെ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്? അതായത് എനിക്ക് പെയിൻറ്റിങ്സ് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ കുറേ മ്യൂറൽ പെയിൻറ്റിങ്ങും പിന്നെ സാരി ഡിസൈനിങ്ങും അങ്ങനെ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈവൻ അമ്മയ്ക്ക് ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് പോലും ഞാൻ കുറേ സാരിയിലൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ഒരു ഹസ്ബൻഡ് പറഞ്ഞു ഇതിൽ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് പെയിൻറ്റിങ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ശരി, അത് നിനക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് കേക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കുക, അതിൽ ക്രിയേറ്റിവിറ്റി കൂടുതൽ വരുന്ന കാര്യമാണല്ലോ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ കുറേ ക്ലാസ്സസ് പോയി അറ്റൻഡ് ചെയ്തിരുന്നു, കോയമ്പത്തൂർ, തൃശ്ശൂർ അങ്ങനെ എല്ലാം പോയിട്ട് ഞാൻ കുറേ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും പറഞ്ഞു എന്നാൽ നിങ്ങൾക്കതൊരു ബിസിനസ് ആക്കിക്കൂടെ. അപ്പോൾ ഹസ്ബൻഡിനും അതൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ഒബ്ജക്ഷൻ ഉണ്ടാവുമോ വീട്ടിൽ? അപ്പോൾ ഒരു ഒബ്ജക്ഷനും ഇല്ലാതെയാണ് എനിക്ക് ഫുൾ സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. അമ്മയും അച്ഛനും ഫുൾ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ക്രീമഹോളിക്സ് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് എൻ്റെ ഫാമിലി. ഇത് ചെറിയ മോന് നകുൽ, ഇത് നയന മോള്, ഇത് നിവേദ് എൻ്റെ മൂത്ത മോനാണ്, അതാ അമ്മ, ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. ഇവരാണ് ഫുഡ് ഇൻ ബോക്സിനൊക്കെ ഉള്ള തുടക്കാനുള്ളതിനൊക്കെ ഏറ്റവും സപ്പോർട്ടീവായി നിന്ന ഫാമിലിയാണിത്. ഓരോരുത്തർക്കും അവരുടേതായിട്ട് നല്ല റോൾ തന്നെ അവർക്കുണ്ട്. പിന്നെ ഹസ്ബൻഡാണ് മെയിൻ ആൾ, ഇതിൻ്റെ ഫുൾ സപ്പോർട്ട്. ആൾക്ക് വരാൻ പറ്റിയില്ല, പുറത്ത് പോയിരിക്കുകയാണ്, സമയത്തിന് എത്താൻ പറ്റിയില്ല. സോ നമ്മൾ ഫുഡ് ഇൻ ബോക്സിൻ്റെ ഷോപ്പ് കണ്ടു, അതിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള സുമിത ചേച്ചിയോട് സംസാരിച്ചു. ഇനി നമുക്ക് കാണേണ്ടത് അവരുടെ കിച്ചണാണ്. സോ നമ്മൾ ഇനി പോകുന്നത് കിച്ചണിലോട്ടാണ്. കിച്ചൺ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് എപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സെഷൻ ഉണ്ട്, ടേസ്റ്റിംഗ് സെഷൻ. സോ പോവാം.
ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ ശരിക്കും ഫുള്ളി നല്ല ഹോംലി ഫുഡാണ്. പ്രിസർവേറ്റീവ്സോ അങ്ങനത്തെ അഡൾട്രേഷനോ ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് കൊടുക്കാനും ധൈര്യത്തിൽ കൊടുക്കാൻ പറ്റിയ പോലത്തുള്ള ഫുഡാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. മെയിനായിട്ട് ബിരിയാണി, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറി, പിന്നെ പൊറോട്ട, ചപ്പാത്തി, ഇതൊക്കെയാണ് അവിടെ നമ്മുടെ മെയിൻ ഫുഡ്. എന്തായാലും ഒന്ന് ഇന്നത്തെ ഡിഷ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ പൊതുവേ ഹോട്ടൽസിൽ പോയാൽ എങ്ങനെയാണ്, നമ്മളിങ്ങനെ കസ്റ്റമറായിട്ട് പോയിരിക്കും. കസ്റ്റമറായിട്ട് ഇരിക്കുമ്പോൾ നോർമൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്ന പോലെ നമുക്ക് ഡിഷസ് ഇങ്ങനെ സെർവ് ചെയ്ത് തരും. പക്ഷേ ഇത് ഇവരെ വീട്ടിൽ ഗസ്റ്റായിട്ട് വന്നാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. എന്താ വെച്ചാൽ ആ രീതിയിലാണ് എനിക്ക് സെർവിങ്. പക്ഷേ അതാണ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പോയിന്റ്. നമ്മൾ ഹോംലി ഫുഡ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നമ്മുടെ ഇപ്പോൾ പിള്ളേരൊക്കെ കൊടുക്കണ പോലെ തന്നെയുള്ളൊരു ഫുഡായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇന്ന് നല്ല ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ഇവരുടെ ഡിഷായിട്ടുള്ള ബിരിയാണി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ തലപ്പാക്കട്ട് സ്റ്റൈല്, തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ട്, പിന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ട്. സോ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്, നോക്കട്ടെ. ഓക്കെ, ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിതിൻ്റെ ടേസ്റ്റ് എല്ലാം അറിയാം. എന്തായാലും നിങ്ങളെ കൊതിപ്പിക്കണത് എനിക്ക് പണ്ടൊരു ശീലമായതുകൊണ്ട് ഞാനതിൽ വിടുന്നില്ല. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനുള്ളത് മാത്രമേ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബിരിയാണി അത് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും നമ്മൾ ഈ തമിഴ്നാട്, ഈ കോയമ്പത്തൂരൊക്കെ പോയാലും നമ്മൾക്ക് ഈ ഒരു ബിരിയാണി ചില ഷോപ്സിൽ സ്പെഷ്യലായിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്ലേവർ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അങ്ങനെ ഒരു മസാലയുടെ ഒരു കുത്തോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. നോർമലായിട്ടുള്ള നമ്മുടെ നാക്കിന് ഇഷ്ടാവുന്ന ഒരു രീതിയിലത്തെ സ്പൈസസ് തന്നെയായിരിക്കും ആണിതുള്ളത്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ബിരിയാണി ഗുഡാണ്. ചിക്കൻ കറിയിൽ പോകണമെങ്കിൽ ചിക്കൻ നല്ലപോലെ നല്ല ജ്യൂസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലോണം നല്ല തേങ്ങ അരച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. നിങ്ങൾക്ക് ഗ്രേവി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വന്നിരിക്കുന്നത്. ടേസ്റ്റും നന്നായിട്ടുണ്ട്. അടുത്തത് നമ്മുടെ റോസ്റ്റാണ്. എനിക്ക് ഫേവറേറ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. ഇവരുടെ ചിക്കൻ റോസ്റ്റ് നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് പിന്നെയും എടുത്ത് കഴിക്കാനുള്ള ഒരു ഫീല് വരും. അത്രയും ടേസ്റ്റിയാണ് ചിക്കൻ റോസ്റ്റ്. പൊതുവേ ചിക്കൻ റോസ്റ്റൊക്കെ നമ്മൾ ഷോപ്സിൽ പോകണമെങ്കിൽ അവർ എന്തെങ്കിലും സോസസോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു അരച്ചുണ്ടാക്കിയത് തന്നെയാണ്, നല്ലപോലെ അരച്ചുണ്ടാക്കിയത് തന്നെയാണ്. അതിൻ്റെ ഒരു നല്ല ഫ്ലേവർ അറിയുന്നുണ്ട്. എന്തായാലും ഫുഡിൻ്റെ കാര്യത്തിൽ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, ആഡഡ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. നോർമലായിട്ടുള്ള നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് അവർ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളതും. ഈവൻ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗുഡായിട്ട് തന്നെയാണ് അവർ കീപ്പ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഫുഡ് തേടിയുള്ള യാത്രയിൽ ക്രീമഹോളിക്സിൻ്റെ പുതിയ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫുഡ് ഇൻ ബോക്സ്, അവരുടെ ക്യൂറേറ്റഡ് ബോക്സസും റേറ്റും കാര്യങ്ങളും ഫുഡും ടേസ്റ്റ് ചെയ്തു, കിച്ചൺ എല്ലാം കണ്ട് നമ്മൾ ഹാപ്പിയായി. സോ ഒന്നും കൂടി പറയുകയാണ്, ക്രീമഹോളിക്സ് ആണ്, ഈസി മാർട്ടിൻ്റെ അടുത്തായിട്ട് വരും, ചന്ദ്രനഗറിൽ. എനിക്ക് തോന്നുന്നു ക്രീമഹോളിക്സ് എല്ലാവർക്കും അറിയുന്ന ഒരു ഷോപ്പ് തന്നെയാണ്. സോ അത് തന്നെയാണ് ഇവരുടെ ഫുഡ് ഇൻ ബോക്സ്, സെയിം ഷോപ്പ് തന്നെയാണ്. ഇവിടെ ടേക്ക് അവേ ഓർഡേഴ്സ് മാത്രമേ എടുക്കുകയുള്ളൂ. നിങ്ങൾക്ക് വിളിച്ച് ഇവരെ നിങ്ങളുടെ ഓർഡേഴ്സ് പ്ലേസ്
ചെയ്യാൻ പറ്റും, വന്ന് വാങ്ങിച്ചിട്ട് പോവാം. ഈവൻ പാലക്കാടാണെങ്കിൽ വിത്തിൻ 3 കിലോമീറ്റേഴ്സ് ഇവർ ഡെലിവറിയും നടത്തുന്നുണ്ട്. സോ ഞാൻ ഹാപ്പിയാണ്. എന്തായാലും ഒന്ന് വന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും, ഞാൻ ഗ്യാരണ്ടി പറയണു. സോ കൂടുതലൊന്നും പറയുന്നില്ല, അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക, ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക, എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പോട്ടെ, ടാറ്റാ.